നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടത് സർക്കാരാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി എം ജോൺ. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ലെന്ന് കെ നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM. വിഷൻ 2026 പരിപാടി വൻ വിജയം. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ലാൻഡും അനുസ്മരണ പരിപാടിയും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടതു സർക്കാരാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. വൈദ്യുതി നമ്മളെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 1000 മെഗാവാട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വീടുകൾ വന്നു, സ്ഥാപനങ്ങൾ വന്നു, കൂടുതൽ ആളുകൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടി മഴ കുറഞ്ഞപ്പോൾ രണ്ട് കാര്യം. മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിലെ ഡാമുകളിലെ സംഭരണശേഷി ഗണ്യമായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ 60% ജലനിരപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 30-ൽ താഴെയായിട്ട് കുറഞ്ഞു. ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറയുകയും ഉപയോഗം 1000 മെഗാവായിട്ട് ഉയരുകയും ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെൻറ്റിന് 125 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വൈദ്യുതി കരാറുണ്ടാക്കി കേരളത്തിന് 4 രൂപ 29 പൈസയ്ക്ക് 465 മെഗാവാട്ട് കൂടി കിട്ടാനുള്ള ഒരു കരാറാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ലാരിയാടൻ മുഹമ്മദ് നടപ്പിൽ വരുത്തിയതെങ്കിൽ ആ കരാറിൻ്റെ ആനുകൂല്യം ആദ്യഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ LDF ഗവൺമെൻറ് ആ കരാർ റദ്ദാക്കാനാണ് അവർ പരിശ്രമിച്ചത്. ആ കരാർ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടാവുന്ന 465 മെഗാവാട്ട് കിട്ടുന്നില്ല. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്രാവശ്യത്തെ വേനൽക്കാലത്ത് കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂൺ മാസം പകുതിയോടുകൂടി മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അന്നത്തെ ഗവൺമെൻറ് കടം വാങ്ങി. ആ കടം വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ പുതിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും മടക്കി കൊടുക്കണം. ഇപ്പോൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി എം ജോൺ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രാതിനിധ്യത്തിൽ അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യതാ മാനദണ്ഡമാക്കിയാണെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. ഏതെങ്കിലും ജില്ലയ്ക്ക് പ്രാതിനിധ്യമില്ല എന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയില്ലെന്നും മന്ത്രി റോജി എം ജോൺ കൂട്ടിച്ചേർത്തു. പോലീസ് അത് കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ നടത്തി അതിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. കുടുംബത്തിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കും. പ്രത്യേകിച്ച് പട്ടികയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത്. സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ കാറ്റഗറി ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് വിവിധ പ്രിൻസിപ്പൽമാരുടെ അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച ഏതെങ്കിലും വ്യക്തിയുടെ യോഗ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ആർക്കെങ്കിലും ഉയർത്തി കാണിക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഈ സർവകലാശാലയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ലെന്ന് കെ നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജനങ്ങൾക്കു വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന 3000-ഓളം വരുന്ന അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു സർക്കാരിനും ആവില്ലെന്ന് കെ നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപ്പിലാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് എനിക്ക് ഇവിടെ നിങ്ങൾ പറയാറുള്ളത്. നടപ്പിലാക്കാൻ സാധിക്കും. ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം കക്ഷി രാഷ്ട്രീയ അതീതമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആവശ്യമാണെങ്കിൽ നിങ്ങളത് രേഖാമൂലം നൽകുന്നുണ്ടെങ്കിൽ ഒരു സബ്മിഷൻ എത്രയോ ആളുകളുടെ ഉപജീവനം, ആ ഉപജീവനത്തെ തടസ്സപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുണ്ടായ ആശാ വർക്കർമാരുടെയും അംഗൻവാടി വർക്കർമാരുടെയും ഒക്കെ സമരം, ആ 8 മാസക്കാലത്തോളം ഒരു സമരം അടിസ്ഥാന വർഗ തൊഴിലാളികൾ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് ഒരു ഭരണകൂടത്തിനും നടിക്കാൻ സാധിക്കില്ല. കാരണം ആവശ്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ, അംഗീകരിക്കാൻ സാധിക്കില്ലയോ രണ്ടാമത്തെ വിഷയമാണ്. അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം. അക്ഷയ സേവന നിരക്ക് പുതുക്കി നൽകുക എന്നത് അക്ഷയ സംരംഭകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ച് സേവന നിരക്ക് കാലാനുസൃതമായി പുതുക്കേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകളാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ ഒരു സർക്കാരിനും ആവില്ല. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PDA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കേറാം സ്വാഗതം പറഞ്ഞു. ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP മുഖ്യഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അക്ഷയ സംരംഭകരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. അക്ഷയ സംരംഭകർക്കു വേണ്ടി എന്റെ ഭൂമി എന്ന വിഷയത്തിൽ പ്രദീപ് മംഗലത്ത് ക്ലാസ് എടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരവിന്ദ് K പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മഞ്ജുഷ PV സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫേസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീർ ആലപ്പുഴ, ഫേസ് അക്ഷയ കെയർ ചെയർമാൻ ജെഫേഴ്സൺ മാത്യു, ഫേസ് സംസ്ഥാന നേതാക്കളായ ബിജു K, സുധിൽ മുണ്ടാണി, അബ്ദുൽ നാസർ, സാബു KS, ഫൈസൽ A, രവീന്ദ്രൻ മുള്ളേരിയ, ദയാനന്ദ മാഡ എന്നിവർ സംസാരിച്ചു. നമ്മൾ വേറെ ഒരു സ്ഥലത്തു നിന്നും ഒരു ആനുകൂല്യങ്ങളോ ഒരു കൈത്താങ്ങോ ലഭിക്കാത്ത സമയത്ത് അക്ഷയ സംരംഭകർ തന്നെ പരസ്പരം താങ്ങും തണലുമായി നിന്നുകൊണ്ട് 58,78,529 രൂപ നമ്മൾ 15 പേരുടെ കുടുംബത്തിലേക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിസ്സാര കാര്യമല്ല. ഇത് നമ്മൾ കൊടുത്തത് ഈ ഫേസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്ന് അതിന്റെ ദീർഘവീക്ഷണത്തിൽ നിന്ന് മാത്രം നോക്കിക്കൊണ്ടാണ് നമ്മൾ കൊടുത്തത്. ഈ 58 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 58 ഇപ്പോൾ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ളത് 67 ലക്ഷം രൂപയോളമുണ്ട്. ഈ പൈസ കളക്ട് ചെയ്തത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തൃശ്ശൂരിൽ നിന്നുള്ള ജെഫേഴ്സൺ മാത്യു ഉണ്ട്. നിങ്ങളാരും അറിയുന്നത്, എനിക്ക് നിങ്ങളാരും അറിയുന്നത്, സുധിലായാലും ഇവിടെ ഇരിക്കുന്ന ആരെയും എനിക്ക് അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നു. ഒരു സംഘടന രൂപമെടുക്കുന്നു, ആ സംഘടന പറയുന്നു ഇങ്ങനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. CPIM വിലക്കുവാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് സ്ഥാപിച്ച സ്തൂപവും കൊടിമരവുമാണ് നശിപ്പിച്ചത്. സംഭവസ്ഥലം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ തുടങ്ങിയവർ സന്ദർശിച്ചു. സംഭവത്തിൽ BJP പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിൽ CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. വളരെ സമാധാനപരമായിട്ടുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചിലർ ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്നത്. CPIMന് സ്തൂപം നശിപ്പിച്ചുകൊണ്ടോ പതാക എടുത്തുകൊണ്ടുപോയതുകൊണ്ടോ തകർക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ എത്രയോ കാലമായി ഈ പാർട്ടിയെ നിങ്ങൾ വേട്ടയാടുന്നു. തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പിലെ ചരിത്രം പരാജയവും വിജയവും എല്ലാം ഉണ്ടാകുന്നതാണ്. 100 വർഷത്തേക്ക് അധികാരത്തിൽ വരില്ല ഇനി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ നാടാണിവിടെ. 100 സീറ്റുമായി ആ വാക്കിൻ്റെ
വാർത്ത വന്ന് മഷിയുണങ്ങുന്നതിന് മുമ്പ് അധികാരത്തിൽ വന്ന നാടാണ് കേരളം എന്നോർക്കുന്ന നന്ന്. അതുകൊണ്ട് CPIഎമ്മിനെ പതാക നശിപ്പിച്ചുകൊണ്ടും സ്തൂപം നശിപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് രാവണേശ്വരം കർഷക സമരത്തിലൂടെ ജന്മിത്വത്തിനെതിരായി പോരാടി ചുവന്ന മണ്ണാണ് രാവണേശ്വരം. ആ രാവണേശ്വരത്തിൻ്റെ മണ്ണിൽ നിന്നും CPIഎമ്മിനെ തുടച്ച് നീക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടിലുയർന്നു വരും. പ്രത്യേകിച്ച് സമാധാനപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവരെ ജനങ്ങൾ അവരുടെ സ്ഥാനം ചവറ്റുകോട്ടയിലായിരിക്കും. ശക്തമായി പ്രതിഷേധിക്കുക. പാർട്ടിയും ബഹുജന സംഘടനകളെല്ലാം ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. CPIഎമ്മിൻ്റെ ഒരു ഓഫീസ് അടുത്ത നാളുകളിൽ ഇവിടെ വരും എന്നതിൽ വിരളി പൂണ്ടിട്ടാണ് ഇത്തരമൊരു അക്രമത്തിന് മുതിർന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ടി രാജൻ അധ്യക്ഷനായി. കെ രാജേന്ദ്രൻ, ഒ മോഹനൻ, ദാമോദരൻ തണ്ണോട്ട്, എ ശ്രീധരൻ, രതീഷ് വെള്ളന്തട്ട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളം വികസന സൂചികകളിൽ ഒന്നാമതാണെന്ന് അഭിമാനിക്കുമ്പോഴും സമീപത്ത് തന്നെ അങ്ങേയറ്റം ദയനീയാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരുണ്ട് എന്ന സത്യം ഞെട്ടിപ്പിക്കുന്നതാണ്. കാസർഗോഡ് മഞ്ചേശ്വരം പാവൂർ കേറുകട്ടയിലെ വനപ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ മേൽക്കൂരയോ ഇല്ലാതെ കഴിഞ്ഞ 10 വർഷമായി നരകയാതന അനുഭവിക്കുന്ന ജിമ്മി കൊനേരിയും കുടുംബവും ഭരണകൂടത്തിൻ്റെ അനാസ്ഥയുടെ നേർസാക്ഷ്യമാവുകയാണ്. റിപ്പോർട്ട് കാണാം. പാവൂർ ഗേറുകട്ടയിലെ കാടിനുള്ളിൽ ജിമ്മി കൊനേരി, ഭാര്യ ലീലാവതി, 6 വയസ്സുകാരനായ മകൻ ജിതേഷ് എന്നിവർ കഴിയുന്നത് കേവലം ഒരു കൂരയിലല്ല, മറിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ്. മഴക്കാലമായാൽ മകനെയും കൊണ്ട് അയൽ വീടുകളിൽ അഭയം തേടേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. വാതിലോ ജനലോ ഇല്ലാത്ത ഈ കുടിലിൽ വന്യമൃഗങ്ങളുടെ ഭീഷണി ഭയന്നാണ് ഇവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തതിന് പ്രധാന തടസ്സം തിരിച്ചറിയൽ രേഖകളുടെ അഭാവമാണ്. പലതവണ പഞ്ചായത്ത് അംഗങ്ങളെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ജിമ്മി പറയുന്നു. ആധാർ അടക്കമുള്ള രേഖകളില്ലാത്തതിനാൽ സൗജന്യ റേഷൻ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. കാട്ടിലെ വള്ളികൾ കൊണ്ട് കൊട്ടമെടഞ്ഞു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ഏക ആശ്രയം. ഇവിടെ എത്തുന്ന പലരും ഫോട്ടോ എടുത്തു മടങ്ങാറുണ്ടെങ്കിലും ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഇതൊരു ദയനീയമായ അവസ്ഥ തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ ഭാവിയെപ്പോലും ബാധിക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ആ കുടുംബത്തിനാവശ്യമായ രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കാനും അവർക്ക് സുരക്ഷിതമായ ഒരു വീടും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാനും അധികൃതർ തയ്യാറാകുമോ? കാത്തിരുന്നു കാണാം. ഗേറിക്കട്ട ST കോളനിയിൽ ഇന്നലെ ഒരു ചെറുമുഞ്ഞ സംഭവങ്ങളുണ്ടായി. പക്ഷേ കാലങ്ങളായിട്ട് ST കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വിവിധം മാറ്റിവെച്ചുകൊണ്ടു ആ നാട്ടിലേക്ക് നല്ല രീതിയിലാണ് ചെലവഴിച്ചുകൊണ്ടുള്ളത്. കഴിഞ്ഞത്തെ ലാപ്സാവാതെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ ഗ്രാമസഭയിലും പറഞ്ഞ കാര്യങ്ങളാണ്. ST കുടുംബത്തിന് നല്ല രീതിയിലാണ് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണുള്ളത്. കാലങ്ങളായി അവർക്ക് ഒന്നും ഇല്ല, അടിത്താരം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ 10-30ഓളം വീട് എഗ്രിമെൻറ്റ് വെച്ച് കെട്ടാനുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടുണ്ട്. സ്റ്റേജിലായിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബം ആധാർ കാർഡ് ഇല്ലാതില്ല. ഒരു നിരന്തരമായി ST കോർഡിനേറ്ററും അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ആക്കാനും ഐഡൻറ്റി കാർഡ് ആക്കാനും. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഈ കുടുംബം പറയൽ എല്ലാ കാര്യത്തിലും വിളിച്ചാൽ. പിന്നെ വേറെ എന്തില്ല, പിന്നെ എല്ലാ കാര്യങ്ങളത്തോടെ അവരെ കൂടെ മെമ്പറും പഞ്ചായത്തും നിൽക്കലുണ്ട് എല്ലാ കാര്യത്തിലും. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പളാജെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. പൊതുജനാരോഗ്യ പ്രവർത്തനം ഊർജിതമായി നടപ്പിലാക്കുവാൻ ആരംഭിച്ച വിഷൻ 2026 പരിപാടി വൻ വിജയപ്രദമായി നടപ്പിലാക്കിയതിനാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവ് നൽകിയത്. കുമ്പളാജെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. പൊതുജനാരോഗ്യ പ്രവർത്തനം ഊർജിതമായി നടപ്പിലാക്കാൻ ആരംഭിച്ച വിഷൻ 2026 പരിപാടി വൻ വിജയപ്രദമായി നടപ്പിലാക്കിയതിനാലും ഗർഭാശയകള ക്യാൻസർ തടയുന്നതിന്റെ ഭാഗമായി 14 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കു നൽകിയ പ്രതിരോധ വാക്സിൻ ടാർജറ്റിൽപ്പെട്ട മുഴുവൻ പെൺകുട്ടികൾക്കും നൽകി 100% പൂർത്തീകരിച്ച് നേട്ടം കൈവരിച്ചതിനാലുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുരസ്കാരവും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത്. കൂടാതെ പകർച്ചവ്യാധി, ജീവിതശൈലി രോഗം തടയുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ 140 ആരോഗ്യ വളണ്ടിയർമാർക്ക് പരിശീലനവും നൽകി.
പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പ്രസിഡന്റ് യശോദ എൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് ഹാമിദ് ഷുഹൈബ് സ്വാഗതം ആശംസിക്കുകയും ഇതുവരെ നടത്തിയ ആരോഗ്യ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് രവീന്ദ്ര റൈ ഗോസാഡ പ്രവർത്തന നേട്ടത്തെക്കുറിച്ച് അഭിനന്ദിച്ച് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഉഷ എന്നിവർ ആരോഗ്യ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നയനകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ, മെമ്പർമാരായ മഹേഷ്, BT അബ്ദുള്ളക്കുഞ്ഞി, S മുഹമ്മദ്, നൂറുദ്ദീൻ മാഷ്, ഗീത, ബബിത, സൗഭാഗ്യലക്ഷ്മി, മാഷിദ എന്നിവർ സംസാരിച്ചു. JHI ജിജു മാർക്കോസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ബദിയടുക്ക. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കാസർഗോഡ് ബ്രാഞ്ചും IAP കേരള ഡെർമറ്റോളജി ചാപ്റ്ററും സംയുക്തമായി പെഡ് ഡെർമോകോൺ 2026 സംസ്ഥാനതല പീഡിയാട്രിക് ഡെർമറ്റോളജി സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധർ, ത്വക്കുരോഗ വിദഗ്ധർ, ബിരുദാനന്തര വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനം IAP കേരള പ്രസിഡന്റ് ഡോക്ടർ നന്ദകുമാർ MK ഉദ്ഘാടനം ചെയ്തു. That is very, very important. As a pediatrician, is very, because as you know, number of pediatricians are increasing, competition increasing. Parents are coming with knowledge gained through this thing, ChatGPT, Google, YouTube, and whatnot. Because they may be knowing much better than us majority of time. So if you don't know the condition, if you are not treating or diagnose it properly, and if you are not referring to an expert at proper this exact time, definitely you will be in trouble. So it is very, very important for all pediatricians, especially youngsters, to diagnose all these suspect conditions and refer to an expert, if possible treat it by yourself. And because my experience I will tell, because last week we had a case, it's a 45-year-old newborn, 45 days old newborn, brought to me with blister on right thigh. It's a recurrent. When I took history, from 15th day onwards, that is blister is coming and disappearing. ഉദ്ഘാടന ചടങ്ങിൽ IAP കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ മാഹിൻ P അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിൽ സംയുക്ത അക്കാദമിക് സംരംഭങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം തന്റെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. IAP കേരള ഡെർമറ്റോളജി ചാപ്റ്റർ ചെയർപേഴ്സൺ ഡോക്ടർ യശ്വന്ത് കുമാർ AM അധ്യക്ഷത വഹിച്ചു. ഡെർമറ്റോളജി ചാപ്റ്റർ കൺവീനർ ഡോക്ടർ റെനി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും വിശദീകരിച്ചു. ദൈനംദിന ശിശുരോഗ ചികിത്സയിൽ പീഡിയാട്രിക് ഡെർമറ്റോളജിയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും രോഗപരിചരണത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. IAP കേരള സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ R, NEBM പ്രതിനിധി ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ, IAP കേരള മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ B നാരായണൻ നായിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ തലത്തിൽ മികച്ച അക്കാദമികവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായി IAP കാസർഗോഡ് ബ്രാഞ്ചിന് സെൻട്രൽ IAP അവാർഡ് സമ്മാനിച്ചു. തുടർന്ന് ആരംഭിച്ച ശാസ്ത്രീയ സെഷനുകളിൽ ഡോക്ടർ സ്മിത മുരളി നവജാത ശിശുക്കളിലെ ത്വക്കുരോഗങ്ങൾ, പ്രൊഫസർ ഡോക്ടർ ശ്രുതി കീർത്തി D ഷേണോയ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിലെ പുതിയ അപ്ഡേറ്റുകൾ, പ്രൊഫസർ ഡോക്ടർ നജീബ റിയാസ് കുട്ടികളിലെ മുടിയുടെയും നഖത്തിന്റെയും രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ഡോക്ടർ റഹീമ കുട്ടികളിലെ സാധാരണ പിഗ്മെന്ററി രോഗങ്ങളെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഡോക്ടർ ഗോപി മോഹൻ R മോഡറേറ്ററായ കുട്ടികളിലെ സാധാരണ ത്വക്ക് അണുബാധകളും പരാന്നഭോജി രോഗങ്ങളും എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ച സമ്മേളനത്തിന്റെ പ്രധാന ആകർഷങ്ങളിലൊന്നായിരുന്നു. അനീഷ P ബിന്ദഗതി കൗമാരപ്രായക്കാരിലെ ത്വക്ക് പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഡോക്ടർ രാകേഷ് SV മോഡറേറ്ററായ പീഡിയാട്രിക് ഡെർമറ്റോളജി പോട്ട്പുരി സെഷനിൽ ടോപ്പിക്കൽ സ്റ്റിയോയിഡ് ചികിത്സ, സൺസ്ക്രീൻ ഉപയോഗം, പീഡിയാട്രിക് ഡെർമറ്റോളജിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോളജിക്സ്, കുട്ടികളിലെ സോറിയാസിസ്, ആർട്ടിക്കേറിയ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം ഡോക്ടർ SR നരഹരി അവതരിപ്പിച്ച ഡെർമറ്റോളജിക്കൽ എമർജൻസികൾ എന്ന വിഷയത്തിലായിരുന്നു.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധരും ത്വക്ക് രോഗ വിദഗ്ധരും വിവിധ സെഷനുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധികളുടെ ആവേശകരമായ പങ്കാളിത്തം സമ്മേളനത്തെ സജീവമായ അക്കാദമിക ചർച്ചകൾക്കും വിജ്ഞാന വിനിമയത്തിനും വേദിയാക്കി. IAP കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ ഉദയ് ശ്രീനിവാസ് നന്ദിപ്രസംഗം നടത്തി. പെഡ് ഡെർമക്കോൺ 2026 വിവിധ സ്പെഷ്യാലിറ്റികൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം വീണ്ടും ഊന്നിപ്പറയുകയും കുട്ടികളിലെ ത്വക്ക് രോഗ ചികിത്സയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള IAPയുടെ അക്കാദമിക പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിവർഷാനുകൂല്യം കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടക്കാട് കദളിവനത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. CK ഉമ അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, PC ഗിരിജ, TP രാഘവൻ, KV വിജയൻ, ഭാസ്കരൻ, സുമതി എന്നിവർ സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CV നാരായണൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റായി ഉമ CKയും വൈസ് പ്രസിഡന്റായി സുധാമണിയെയും സെക്രട്ടറിയായി K ബാലകൃഷ്ണൻ PPയെയും ജോയിന്റ് സെക്രട്ടറിയായി സുരേഷൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂരക്കളി, മറത്തുകളി എന്ന അനുഷ്ഠാന കലയെ ജനകീയമാക്കുവാനും ആസ്വദിക്കുവാനുമായി പര്യാപ്തമായ കലയാക്കി മാറ്റി പുതുതലമുറയിലേക്ക് പകർത്തുവാൻ പരിശ്രമിച്ച മഹാനായ കലാകാരനായിരുന്നു വലിയപറമ്പ് KV പൊക്കൻ പണിക്കരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനി MP അഭിപ്രായപ്പെട്ടു. KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ലാൻഡും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഈ വിദ്യാലയത്തിൽ ഇല്ലാത്ത ആധികാരം എന്ന് പറയുന്നത് പാഠം. അപ്പോൾ പഠിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടെങ്കിൽ, അതിൻ്റെ അഭിവാദ്യമുണ്ടെങ്കിൽ, പഠിക്കുവാനുള്ള ക്യൂരിയസുമാണെങ്കിൽ നമുക്ക് വളരെ വലിയ നേരം എത്തിച്ചേരുന്നത്. ഇവിടെയും ആധികാരം പോലെ അല്ലെങ്കിൽ പഴയ കാലത്തെ സംസ്കൃത വ്യാകരണത്തിൻ്റെ ഭാഷാ പണ്ഡിതനായ പാണിനി മഹർഷി പോലെയാണ് നമ്മുടെ പൊക്കൻ പണിക്കർ. കാരണം അക്ഷരപ്പള്ളിക്കൂടത്തിൽ ആചാര്യനായിരുന്ന ശ്രീ പാഞ്ചാലി അഷ്ടപ്പണിക്കരുടെ പ്രേരണയാലാണ് അദ്ദേഹം പൂരക്കളി പാട്ടുകളും മതത്തുകളി സാഹിത്യങ്ങളും ഹൃദിസ്ഥമാക്കി. അതിനൊരുപാട് അവഗാഢമായ പഠനം അദ്ദേഹം നടത്തി, വലിയ വലിയ അപഗ്രഥനങ്ങൾ നടത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ മധുരമായിരുന്നു, കനഗംഭീരമായിരുന്നു ശബ്ദം. ആ മാധുര്യമാർന്ന ശബ്ദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാചാലമായ സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ശ്രീ മഠത്തിൽ കൃഷ്ണൻ നായർ പൂരക്കളിക്ക് വേണ്ടി ഒരവസരം ഒരുക്കി. കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചന്തേര നാരായണൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പ്രഥമ KV പൊക്കൻ പണിക്കർ സ്മാരക പുരസ്കാരം മാതമംഗലം കുമാരൻ പണിക്കർക്ക് MP സമ്മാനിച്ചു. ചന്തേര നാരായണൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഫോക്ലാഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. കാടങ്കോട് കുഞ്ഞികൃഷ്ണൻ പണിക്കർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. P ദാമോദരൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പിലാക്കാൽ അശോകൻ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ, തമ്പാൻ കീനേരി, KV വിജയൻ, K ബാലൻ, PP രാഘവൻ പണിക്കർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ പണിക്കർ, OV രത്നാകരൻ പണിക്കർ, PP ഗംഗാധരൻ പണിക്കർ, PP രാഘവൻ പണിക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നെല്ലിക്കാതുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘം കാമൻപാട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി വിജയോത്സവം അക്ഷരാർത്ഥത്തിൽ വിജയോത്സവം തന്നെയായി മാറി. മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി നടന്നു. മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് അവസരങ്ങൾ
മനസ്സിലുണ്ടാവും. പക്ഷെ ഒന്ന് കഴിഞ്ഞ് എപ്പോഴും അതിനെ ഓർത്ത് നമുക്ക് പിന്നോട്ട് പോയിക്കാൻ നമുക്ക് വരുന്ന ഒരുപാട് നല്ല അവസരങ്ങളായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും പോസിറ്റീവായിട്ടുള്ള രീതിക്ക് നമുക്ക് മുന്നോട്ട് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത് ഉറപ്പാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അത് ഇപ്പോൾ വിചാരിക്കുന്ന സ്ഥലത്താണെങ്കിൽ എപ്പോഴും ജില്ലയിലായിട്ടാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് വിചാരിക്കുമ്പോഴത്തേക്ക് കിട്ടും എന്നത് ഉറപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഈ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോഴാണ് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയും ഈ പഞ്ചായത്ത് ഏറ്റവും നല്ല റോൾ മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ പഞ്ചായത്തിനും ഈ മേഖലയിൽ ഒരുപാട് നല്ല നല്ല മേഖലകളിലേക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം ആശംസിക്കുകയാണ്. ഒന്നുകൂടെ നമ്മുടെ കുട്ടികളെ എല്ലാവരും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. MA ഹിസ്റ്ററി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ MP അബ്ദുൾ ഷഹീദ്, കീം പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സാരംഗ് സുനിൽ, SLC വിജയികളായ 31 പേർ, +2 വിജയികളായ 42 പേർ, LSS നേടിയ 61 പേർ, USS കരസ്ഥമാക്കിയ 14 പേർ എന്നിങ്ങനെ എല്ലാവർക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉപഹാരം കൈമാറി. ചടങ്ങിൽ സംബന്ധിച്ചവർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നതായി പരിപാടി മാറി. ചടങ്ങ് തീരുന്നതുവരെ കളക്ടറുടെ വേദിയിലെ സാന്നിധ്യവും എടുത്തു പറയേണ്ടുന്ന ഒന്നായിരുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PK മഞ്ജിഷ, K ബിന്ദു, അബ്ദുൾ കരീം, അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV കാവ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C കുഞ്ഞാമിന, പഞ്ചായത്ത് മെമ്പർമാരായ തമ്പാൻ മക്കാക്കോട്ട്, CP സുബൈർ, മുഹമ്മദ് കുഞ്ഞി, K സജി, P അർജുൻ, ഖാലിദ് അറബിക്കടത്ത്, വെള്ളിക്കോത്ത് സ്കൂൾ പ്രധാനാധ്യാപകൻ P അശോകൻ എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതവും സെക്രട്ടറി NM സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധികം ചിരിക്കാത്ത പിണറായി വിജയന് പകരം ചിരിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി എന്നതല്ലാതെ ഒരു മാറ്റവും കേരളത്തിൽ നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധൻ അഭിപ്രായപ്പെട്ടു. BJP തൃക്കരിപ്പൂർ മണ്ഡലം ദീൻ ദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസ് അഴിമതിക്കും ദേശീയ തലത്തിൽ ഭരണത്തിനും കുറുക്കുവഴികൾ തേടുകയാണെന്നും വേലായുധൻ ആരോപിച്ചു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സംവിധാനത്തെ സജ്ജമാക്കുന്നതുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ശിബിരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് തലങ്ങളിലെ പ്രധാന നേതാക്കളും പ്രവർത്തകരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന 2 ദിവസത്തെ ശിബിരത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന BJP നേതാവ് T കുഞ്ഞിരാമൻ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, T കുഞ്ഞിരാമൻ, മണ്ഡലം സെക്രട്ടറി K രമേശൻ, മണ്ഡലം പ്രഭാരി സുകുമാരൻ കുതിരപ്പാടി എന്നിവർ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന തലം വരെയുള്ള പാർട്ടിയുടെ പുതിയതും പഴയതുമായ എല്ലാ പ്രവർത്തകർക്കും പാർട്ടിയെ സംബന്ധിച്ച് ആഴത്തിലുള്ള അറിവ് നൽകുന്നതിനും പാർട്ടിയുടെ ആദർശത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ആധുനികമായ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും വേണ്ടിയാണ് എല്ലാ 3 വർഷത്തിലും പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുണ്ട്. ജനാധിപത്യപരമായ സംഘടനാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പുതിയതും പഴയതുമായ എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയുള്ള പ്രശിക്ഷണ വർക്കുകൾ 24 മണിക്കൂർ, മണ്ഡലം തലത്തിൽ 24 മണിക്കൂർ, ജില്ലാ തലത്തിലാകുമ്പോഴേക്കും അത് 3 ദിവസം നിലനിൽക്കുന്ന ശിബിരം, സംസ്ഥാന തലത്തിൽ 3 ദിവസം നിലനിൽക്കുന്ന ശിബിരം. ഈ രീതിയിൽ അച്ചടക്കമുള്ള ഓരോ പ്രവർത്തകരെയും വാർത്തെടുക്കാനും പഴയ പ്രവർത്തകരെ തങ്ങളുടെ ആദർശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും ആദർശ പ്രതിബദ്ധതയിലൂന്നിയുകൊണ്ട് സാമൂഹ്യ സേവനം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ സേവന മനോഭാവത്തോടെ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ ബോധവും വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യസ്നേഹവും കൈമുതലാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഭാരതത്തിലുടനീളമുള്ള പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു കേഡർ പ്രസ്ഥാനമായിക്കൊണ്ട് ലക്ഷണമൊത്തൊരു ദേശീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി തിളങ്ങി നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണം. കാർപ്പൻറ്ററി വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കേന്ദ്രത്തിന് കൊടുക്കുന്ന പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരുൾപ്പെടുത്തി ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരും എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള കാസർഗോഡ് ജില്ലയിൽ പെരിയയിൽ സ്ഥാപിക്കണമെന്ന് കാർപ്പൻറ്ററി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പാടിക്കാനത്ത് ശങ്കരനാരായണൻ ആണ്ടിനഗറിൽ നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ലഭിക്കുന്ന എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, അതാണ് നമ്മുടെ സ്വപ്നം. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഐക്യത്തോട് കൊണ്ടുപോകുന്നതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പഴയ ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദിയും കൈക്കൊള്ളുന്നത് എന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ 2 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ നാട്ടിനകത്ത് നമുക്കറിയാവുന്ന ഈ കാലഘട്ടത്തിലെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് ആയാലും BJP ആയാലും തൊഴിലാളി വർഗത്തെ എങ്ങനെ പട്ടിണിക്കിടാം എന്നാണ് ആലോചിക്കുന്നത്. തൊഴിലാളി വർഗത്തെ സഹായിക്കുന്ന ഒരു നടപടികളും കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ തൊഴിൽ അവകാശങ്ങൾ നമ്മൾ നിരവധി നമ്മുടെ മുൻതലമുറ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ചവിട്ടി മെതിക്കുക. ഏരിയ പ്രസിഡന്റ് K. ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VP രാജൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി രാജീവൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സന്തോഷ്, മോഹനൻ, ദാമോദരൻ തണ്ണോട്ട്, M. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K. രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റായി K. ബാബുവിനെയും സെക്രട്ടറിയായി VP രാജനെയും വൈസ് പ്രസിഡന്റുമാരായി TV ചന്ദ്രൻ, കുഞ്ഞികൃഷ്ണൻ നാലപ്പാടം, ഉമേശൻ പാടിക്കാനം, ജോയിന്റ് സെക്രട്ടറിമാരായി മണി വാണിയമ്പാറ, അനിൽ AK എന്നിവരെയും ട്രഷററായി പ്രദീപനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വനിതാ ലീഗ് ഭാരവാഹികളുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ലീഗ് ട്രഷറർ ഷാഹിദ അഷ്റഫ് പടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വനിതാ ലീഗ് ഭാരവാഹികളെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ലീഗ് ട്രഷറർ ഷാഹിദ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി അവർ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ അപ്ലിക്കേഷനൊക്കെ നൽകി കാത്തിരിക്കുന്ന ഈ സമയത്ത് കാരണം ആ കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വനിതാ ലീഗിന്റെ കീഴിൽ ഇങ്ങനെ ഒരു അനുമോദനം നൽകണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഇന്ന് വിളിച്ചു ചേർത്ത ഈ പരിപാടിക്ക് ജില്ലാ വനിതാ ലീഗിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ, ജില്ലാ വനിതാ ലീഗ് ഭാരവാഹികളായ സുമയ്യ TK, ആയിഷ ഫർസാന, KMCC നേതാക്കളായ KK സുബൈർ, ഉസ്മാൻ ഗലീജ്, യാക്കൂബ്, ഇബ്രാഹിം പള്ളിക്കര, വനിതാ ലീഗ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ പടന്ന എന്നിവർ സംസാരിച്ചു. ലഹരി ഉപയോഗം കുടുംബത്തിനും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ചും ക്ലാസിൽ വിശദമായി പ്രതിപാദിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോകൾ നൽകി അനുമോദിച്ചു. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIMന്റെ നേതൃത്വത്തിൽ അജാനൂരിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിന്റെ ഭാഗമായാണ് അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുക, കൂടുതൽ പേരെ കൃഷിയുടെ ഭാഗമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് CPIMന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിന്റെ ഭാഗമായി അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൃഷി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ലോക്കലിനകത്തും ഇതുപോലെ പച്ചക്കറി കൃഷി തുടങ്ങുവാനും
അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കൃഷിയായാലും പൂവായാലും അന്യസംസ്ഥാനങ്ങളെ മാത്രമാണിപ്പോൾ ആശ്രയിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാനും നമുക്കാവശ്യമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഓണത്തിനുള്ള പൂവുകളുമൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ട് എല്ലാ തരിശുരഹിത പാടങ്ങളും കൃഷിയോഗ്യമാക്കി മാറ്റാനുള്ള ഒരു സംരംഭത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് പാർട്ടി സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള രീതിയിലേക്ക് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാ സഖാക്കളും ഇതിൻ്റെ ഭാഗമാകണം. എല്ലാ വീടിനകത്തും ഇതുപോലെ പച്ചക്കറി കൃഷി നടത്തണം. എല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ആലിങ്കാൽ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. AV പവിത്രൻ, K അനീഷ് എന്നിവർ സംസാരിച്ചു. K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വെണ്ട, പയർ, ചീര, പാവയ്ക്ക തുടങ്ങിയ വിത്തിനങ്ങളാണ് കൃഷിയുടെ ഭാഗമായി നട്ടത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹകരണ ബാങ്കിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നിങ്ങളൊക്കെ പരിഹാരം കഴിയാതെ രീതിയിലുണ്ട്. ചില ആളുകൾ ജപ്തിയുടെ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ. ഇതൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടായിരിക്കും കേട്ടൊഴിക്കും. എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം നിങ്ങൾക്ക് വീട് നോക്കണം, നിങ്ങളുടെ സ്ഥാപനം നോക്കണം. സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധി കൂടി നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖല അനുഭവിച്ചിട്ടുള്ള വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും. വാസ്തവത്തിൽ കടലിൻ്റെയും ചെകുത്താൻ്റെയും നടുവിലായിരുന്നു കേരളത്തിലെ സഹകരണ മേഖല. കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ചെകുത്താനാണെങ്കിൽ ഇവിടെ കടലും, രണ്ടിൻ്റെ നടുക്കാണ് സഹകരണ മേഖല. താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. PK വിനോദ് കുമാർ, A സുധീഷ് കുമാർ, K ഉദയഭാനു, M ശ്രീലത, K സുകുമാരൻ, NR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറയെ ആകർഷിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യയെ സഹകരണ മേഖല ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ പറഞ്ഞു. അതിന്റെ പരിപാടിയായി വാർഷിക സമ്മേളനത്തെ തുറന്നു ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ 3 ദശകക്കാലങ്ങളുമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു നിർണായക ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് വളരെ കടുത്ത കിറ്റുകളോടുകൂടി അതിന്റെ സമ്മേളനങ്ങളൊക്കെ നടത്തി നല്ല ഒരു നേതൃത്വത്തെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാർക്ക് ഓക്കെ. തുടർന്ന് നടന്ന പരിപാടിയിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷിബു കടവങ്ങാനം അധ്യക്ഷത വഹിച്ചു. PK പ്രകാശ് കുമാർ, M ലത, ജയപ്രകാശ് മയീച്ച, K ബാലകൃഷ്ണൻ, U പ്രശാന്ത് കുമാർ, സുനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടത് സർക്കാരാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി M ജോൺ. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രനേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ലെന്ന് K നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM.
വിഷൻ 2026 പരിപാടി വൻ വിജയം. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ലാൻഡും അനുസ്മരണ പരിപാടിയും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.